നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഈശോയോട് കൂടെ നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാളുകളായിട്ട് വിശുദ്ധ ബലി മുടങ്ങാറില്ല. അപ്പോൾ കർത്താവിനോട് കൂടെ സഞ്ചരിക്കുമ്പോൾ കർത്താവ് വഴി നടത്തും. ഇപ്പോൾ ജോയ്സിക്ക് ഈ അസുഖം വന്നിട്ട് ഇപ്പോൾ ഒരു 4 വർഷമായി. എങ്കിലും അതിന് എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും നേരിടാൻ എനിക്കും ജോയ്സിക്കും ഒരുപോലെ ദൈവം ശക്തി തന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോൾ അവൾ സഹകരണത്തിൻ്റെ സഹിക്കുന്നതിൻ്റെ മാക്സിമം എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത്തിരി നേരത്തെ അവൾ പോകേണ്ടതാണ്. പക്ഷേ എങ്കിലും കർത്താവിനോട് പ്രാർത്ഥിച്ച് കുറച്ച് ദിവസം കൂടി കൂടുതൽ നിർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് നിർത്താൻ പറ്റില്ല. കാരണം അവസാന വാക്ക് ദൈവം നീതിമാനാണ്. നീതി ആ സമയത്ത് കർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ പോയിരിക്കും. അതിപ്പോൾ ആരായാലും പോകണം. അപ്പോൾ അങ്ങനെ ഈശോ ഈ സമയത്ത് ജോയ്സിനെ വിളിച്ചു. ജോയ്സ് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈശോയുടെ അടുത്തേക്ക് തന്നെ അവൾ പോയിരിക്കുന്നത്. കാരണം വെച്ചാൽ പലപ്പോഴും ഒരു സമയത്ത് ആളൊരു ദർശനം പോലെ കണ്ടായിരുന്നു. ആ സമയത്ത് ആൾക്ക് എന്താ പറയുക, ശുദ്ധീകരണ സ്ഥലം കാണിച്ചു. അങ്ങനെ അപ്പോൾ വേദന വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഭയങ്കര വേദനയാണ്. അപ്പോൾ ഈശോ അന്ന് സ്വപ്നത്തിൽ ശുദ്ധീകരണ സ്ഥലം ബുദ്ധിമുട്ട് കാണിച്ചപ്പോൾ അവൾ പേടിച്ചു പോയി. അതായത് ഈശോനെ കാണാൻ പറ്റില്ല. ആ ശുദ്ധീകരണ സ്ഥലം ഒരു മറ പോലെയായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ശുദ്ധീകരണം വേണ്ട, എനിക്ക് ഈശോയുടെ അടുത്ത് തന്നെ പോകണം. ഞാൻ ഭൂമിയിൽ എന്തെങ്കിലും സഹനങ്ങൾ സ്വീകരിച്ചോളാം, ഇനി വന്നാൽ ഞാൻ കംപ്ലൈൻറ്റ് പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നാൾ ജീവിച്ചിട്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആ ശുദ്ധീകരണം അവൾ കവർ ചെയ്തു ഈശോയുടെ അടുത്ത് പോയി തന്നെയാണ്. അതാണ് എനിക്ക് മനസ്സിലായത്. കാരണം കുറേ ദിവസം അവൾ അതിനുവേണ്ടി ഞാൻ ഈ ഭൂമിയിലെ സഹനം അവൾ പറയണത് ഇത് ഇത്തിരി കൂടി എളുപ്പമാണെന്ന് പറയണത്. ശുദ്ധീകരണത്തിന് അവൾ മറ്റുള്ള ഇത് കണ്ടപ്പോൾ അവൾ പറഞ്ഞു ഇതൊരിക്കലും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് അവൾ ചെറിയ ചെറിയ സഹനങ്ങൾ ഈശോയ്ക്ക് എന്താ പറയുക സമർപ്പിച്ച് ജീവിച്ചാണ് ഇപ്പോൾ ഈശോയുടെ അടുത്ത് പോയിരിക്കുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്.